അവൻ ഇങ്ങനെ ചാടും കേട്ടോ. അതായത് കണ്ടോ, ഇതെടുക്കണ കണ്ടോ കണ്ടോ ഗൈസ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സൂപ്പർ ഹൈബാക്ക് ഗോൾഡൻ മേടിച്ചിട്ട്. അപ്പം ഒരു വർഷത്തിന് ശേഷം എൻ്റെ അരോണനെ നിങ്ങൾക്ക് കാണണ്ടേ? ബാ കാണിച്ചു തരാം. ഇതാണ് സൂപ്പർ ഹൈബാക്ക് ഗോൾഡൻ അരോണ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വർഷം മുമ്പ് മേടിച്ച മീൻ. ഇതിനു മുമ്പ് ഇവൻ്റെ ചെറിയൊരു സൈസിലുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു വർഷത്തിന് ശേഷം എന്തോരം ഇവൻ വലുതായിട്ടുണ്ട് എന്നുള്ളത്. ഇത്രയും ഈ ഒരു സൈസാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മിക്കവരും പറയണ പോലെ വലിയൊരു സ്ഥലം വേണമെന്നോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു പോണ്ട് സെറ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. ഈ അക്വേറിയത്തിലാണ് ഞാൻ ഇവൻ ഒരു കൊല്ലം കൊണ്ട് ഈ ഒരു സൈസാക്കി എടുത്തത്. കുറേ പേര് പറയുന്നുണ്ടായി ടാങ്ക് സൈസ് കുറച്ച് ചെറുതാണെന്നുള്ളത്. എനിക്കറിയാം ടാങ്ക് സൈസ് കുറച്ച് ചെറുതാണെന്നുള്ളത്. പക്ഷേ കുറച്ച് നാളും കൂടി ഇങ്ങനെ പോട്ടെ. കാര്യം ഇപ്പോൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സ്പേസിൽ തന്നെ സെറ്റ് ചെയ്യാതെ കുറച്ച് പാടാണ്. അപ്പം ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഒരു 2-3 മാസം മുന്നേ ഇവൻ ഫുഡ് കഴിക്കാതെ ആയിരുന്നു. അപ്പം ഞാൻ മേടിച്ചെടുത്ത് തന്നെ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു ഇങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൽമണ്ട് ലീഫ് അത് കുറച്ച് 5-6 എടുത്തിടുക, പിന്നെ ബിസ്ലറി വെള്ളം അത് ഉപയോഗിക്കുക. കാര്യം അതൊക്കെ RO ട്രീറ്റഡ് വെള്ളങ്ങളാണ്. ആ വെള്ളം ഒഴിച്ചപ്പോൾ പിന്നെ തൊട്ടൊരു 5 ദിവസം പിന്നെയും ഇങ്ങനെ അവൻ കിടക്കുന്നുണ്ടായി, ഫുഡ് എടുക്കാതെ അടിയിൽ പോയി റെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായി. പിന്നെ അതിന് ശേഷം ആ ഇലകൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി 7-ാം ദിവസം തൊട്ട് അവൻ പിന്നെയും ഫീഡ് എടുക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അരോണ വളർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ സ്വന്തം പൊക്കി പറയണല്ല. കാര്യം വെള്ളത്തിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഈ സൈസ് ആവില്ല. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ മീനാണ്. കാര്യം ആദ്യം ഞാനൊരു സൂപ്പർ റെഡ് വാങ്ങിച്ചു, പക്ഷേ അത് അത്ര ഫീഡ് എടുക്കുന്നുണ്ടായില്ല. അതൊരു ആക്റ്റീവായിട്ടുള്ള ഫിഷ് ആയിരുന്നില്ല. പക്ഷേ അതിലൂടെ ഞാൻ പഠിച്ചു എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഫിൽട്ടർ ക്ലീനിങ് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം. ഞാൻ എപ്പോഴും വെള്ളം മാറ്റിയതിന് ശേഷം കലണ്ടറിൽ ഇങ്ങനെ WC എന്ന് എഴുതിയിരുന്നു, വാട്ടർ ചേഞ്ച്. ആ ഒരു ഡേറ്റ് അനുസരിച്ച് അവിടെ നിന്ന് 7-ാം ദിവസം. അത് ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈസൊക്കെ അനുസരിച്ചാണ് ഞാൻ ആ ഒരു ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു ആദ്യത്തെ വീഡിയോയിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല എന്നുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കാനാണെങ്കിൽ ഇതാണ് എൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ്. അതായത് സൂപ്പർ റെഡ് മേടിച്ചപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതത്ര എനിക്ക് ഒറിജിനലായിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇതാണ് ഇവൻ്റെ സർട്ടിഫിക്കറ്റ്. അതായത് സൂപ്പർ ഹൈബാക്ക് ഗോൾഡൻ്റെ ചിപ്പ് വെച്ച് റീഡ് ചെയ്യുമ്പോൾ വന്ന നമ്പർ ഇതാണ്. ഡേറ്റ് ഉണ്ട്, എപ്പോഴാണ് ഡേറ്റ് ഉണ്ട്, ഏത് ഫാമിൻ്റെ ആണെന്നുള്ളത്. പിന്നെ വാസിയ അരോണ ബ്രീഡിംഗ് ഫാം അവിടുത്തെ ഫിഷിൻ്റെ സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചിപ്പ് റീഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന വീഡിയോ പോലും ആദ്യത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും ഇവൻ്റെ ഇതിനു മുമ്പുള്ള സൈസും ഒരു വർഷത്തിന് ശേഷമുള്ള സൈസും. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചത് ഒരു കൊല്ലം മുമ്പ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇവന് ഫീഡ് കൊടുക്കണേ കാണിച്ചു തരട്ടെ. ആദ്യം പെല്ലറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഇവിടെയാണ് കുറച്ച് അലങ്കോലമായിട്ടിരിക്കണതാണ്, ഇവിടെയാണ് ഞാൻ ഗോൾഡ് ഫിഷിനെ വെച്ചേക്കണത് കേട്ടോ. ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്വാറന്റൈൻ ചെയ്തിടും. എന്നിട്ട് ഇടക്ക് 2 എണ്ണമാണ് ഇപ്പോൾ വലുതായതിന് ശേഷം ഞാൻ കൊടുക്കണത്. കാര്യം ഇതുണ്ടോ, ഇപ്പം അവൻ ഇങ്ങനെ ചാടും കേട്ടോ. അതായത് കണ്ടോ, ഇതെടുക്കണ കണ്ടോ ഇത്ര അഗ്രഷനിൽ എടുക്കുന്നത് അവൻ്റെ ഹെൽത്ത് തന്നെ നല്ലോണം ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ചിലവർ ചോദിക്കും ഈ കൊന്ത എന്താ ഇങ്ങനെ ഇട്ടേക്കണമെന്ന് കേട്ടോ. അതെൻ്റെ ഒരു അന്ധവിശ്വാസത്തിന് ഞാൻ ഇട്ടതാണ്, വേറെ ഒന്നുമല്ല. കണ്ണ് വീരണ്ടെന്നുള്ള രീതിയിൽ കണ്ടിട്ട് ഞാൻ അതങ്ങനെ ഇട്ടതാണ് കൊന്ത. ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. ഒന്നുകൂടെ ഒരെണ്ണം കൊടുത്ത് നോക്കട്ടെ കഴിക്കുമെന്ന്. 2 എണ്ണമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ആദ്യം ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറുതിനെയാണ് നോക്കിയെടുക്കാറുള്ളത്. കാര്യം ഒരു വലുതും ഒരു ചെറുതും അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ കൊടുക്കുന്നത്. നോക്കട്ടെ. റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കഴിച്ചു.
പിന്നെ എപ്പോഴും എനിക്ക് പേടിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ നിന്ന് പോകുമോ, ഫിൽറ്റർ ഇതായി പോകുമോ എന്നൊക്കെയുള്ള ഓരോ പേടികൾ ഓരോ ദിവസം ഇവൻ വലുതാവും തോറും എനിക്ക് ഉണ്ടായിരുന്നു. കാര്യം ഇവൻ എന്നോട് അത്രയും നല്ലോണം ഇണങ്ങിയൊരു മീനാണ്. പേരൊന്നും അങ്ങനെ ഇട്ടില്ല, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വരും, എനിക്ക് ഫുഡ് തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ്റെ ഓരോ സ്കെയിൽസ് കണ്ടില്ലേ. പിന്നെ ഈ ഒരു റൈറ്റ് ഐയിൽ മാത്രം ചെറിയൊരു ഡ്രോപ്പായി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. കാര്യം എനിക്ക് അപ്പോൾ ഫിഷിംഗ് ഫ്രീക്സൊക്കെ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ അരോണയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു അരോണനെ വലുതാക്കി കണ്ടിട്ടില്ല. ഫിഷിംഗ് ഫ്രീക്സ് ഇങ്ങനെ പോണ്ടിലൊക്കെ കൊണ്ട് അരോണനെ വീട്ടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു അരോണനെ ഇതേപോലെ ഈ ഒരു സൈസ് ആക്കി, അഹങ്കാരമല്ല കേട്ടാ, ഒരു സൈസ് ഇതേപോലെ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. ഫിഷിംഗ് ഫ്രീക്സൊക്കെ ഓരോ ആഴ്ച പോയി ഓരോ അരോണനെ മേടിക്കുന്നു. അത് മേടിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ അപ്ഡേറ്റ് കാണിക്കുന്നില്ല. എന്തോരം സൈസ് ആയിന്നോ ഒന്ന്. കുറച്ച് കഴിയുമ്പോൾ പറയും ചാടിപ്പോയി എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും ഇത് അങ്ങനെ പറ്റി, അതുകൊണ്ട് നമ്മളിന്ന് പുതിയ ഗ്രീൻ അരോണനെ വാങ്ങുക എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഇങ്ങനെ ആക്കുന്നത് കൺസിസ്റ്റൻസി കൊണ്ട് മാത്രമാട്ടാ, പിന്നെ ഡിസിപ്ലിനും. നിങ്ങൾ തമാശയായിട്ട് തോന്നുമായിരിക്കും കാര്യം ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഒരു വെള്ളത്തിൽ ഇച്ചിരി പ്രശ്നം വന്നാൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്നൊരു ഇതിലാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻസിൽ ചോദിച്ചാൽ മതി, എനിക്ക് പറഞ്ഞു തരാം. ഇത് മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ വലിയ വലിയ വീഡിയോസിൽ കാണുന്ന പോലെ എന്താ പറയുക, വലിയ സ്ഥലങ്ങൾ വേണമെന്നോ, ഇതൊരു ക്രേസ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ തന്നെ പോയി അത് ഒരു ദിവസം നിങ്ങൾക്ക് അത് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുക ഇതിന് വേണ്ടിയുള്ളത്. കാര്യം ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. പിന്നെ ബോട്ടത്തിൽ അഴുക്ക് കാണാതിരിക്കുക. അഴുക്കുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അത് വല്ല സക്ക് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ആ കുറച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ആഴ്ചയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പം ഇതിൽ കണ്ടറിയാം വെള്ളം എന്തോരം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുള്ളത്. അത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ വെള്ളം മാറ്റുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ അടിയിൽ നോക്കിയാൽ കാണാം കുറച്ച് ആ ഗോൾഡ് ഫിഷിൻ്റെ സ്കെയിൽസാണ് അത് കിടക്കുന്നത്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ സക്ക് ചെയ്ത് കളയും കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള തിരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ലൈക്കും ചെയ്യുക, ഒരു സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്.